ആളുകളുടെ ഫേസ് വരയ്ക്കുന്നവരും ഫേസ് പെയിന്റിങ് ചെയ്യുന്നവരും നിങ്ങളുടെ ആർട്ട് വർക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. തൻ്റെ 20ാമത്തെ വയസ്സുകളിൽ തന്നെ വളരെ ഫേമസ് ആൻഡ് റിച്ച് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു റെംബ്രാൻഡ്. അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ദ നൈറ്റ് വാച്ച് എന്ന പെയിൻറ്റിംഗ് ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഈ ഒരു സബ്ജക്റ്റിൽ ഒരുപാട് വ്യക്തികളുണ്ടെങ്കിലും മെയിൻ ആയിട്ടുള്ള ആൾക്കാരിലേക്ക് ഫോക്കസ് കൊടുക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ലൈറ്റ് ആൻഡ് ഷാഡോ ടെക്നിക്ക് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ദ ജൂയിഷ് ബ്രൈഡ് എന്ന അദ്ദേഹത്തിൻ്റെ ഈ ഒരു ചിത്രത്തിൽ എടുത്തു പറയേണ്ട കാര്യം ആ ഡ്രസ്സിൻ്റെ ഒരു ടെക്സ്ചറാണ്. ആ പെയിൻറ് ഉപയോഗിച്ച് ഡ്രസ്സിന് കൃത്യമായിട്ട് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സ്ട്രക്ചർ കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. നമ്മളൊരു പോർട്രേറ്റ് വരയ്ക്കുകയാണെങ്കിൽ വരയ്ക്കുന്ന ആളുടെ ഫേസ് മാത്രമാണ് ശ്രദ്ധിക്കാറുള്ളത്. പക്ഷേ റെംബ്രാൻഡ് ഒരു ചിത്രം വരയ്ക്കുകയാണെങ്കിൽ വരയ്ക്കുന്ന ആൾ ധരിക്കുന്ന വസ്ത്രങ്ങളും അദ്ദേഹം ധരിക്കുന്ന ആഭരണങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ എഫക്റ്റീവായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ദ പോളിഷ് നോബിൾമാൻ എന്ന ചിത്രം അതിന് ഒരു എക്സാമ്പിളാണ്. ദ ഹോളി ഫാമിലി ആൻഡ് ദി ഏഞ്ചൽസ് എന്ന ചിത്രം അതിനൊരു എക്സാമ്പിളാണ്. ഒരുപാട് ലാൻഡ്സ്കേപ്പുകൾ അദ്ദേഹം ചെയ്തിരുന്നു. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണുന്നത്. ദ സ്റ്റോൺ ബ്രിഡ്ജ് എന്നാണ് ഈ ഒരു പെയിന്റിങ്ങിന്റെ പേര്. അതിലും ആ ഒരു ഹാർഷായിട്ട് ലൈറ്റ് വീഴുന്ന ട്രീസും അതിൻ്റെ അപ്പുറത്തുള്ള ഷാഡോസും എല്ലാം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്താണ് റെംബ്രാൻഡ് ലൈറ്റിംഗ് ടെക്നിക് എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം എൻ്റെ ഫ്രണ്ടിൽ നേരെ ക്യാമറ ഇരിക്കുന്നുണ്ട്. അത് കൂടാതെ എൻ്റെ ഈ ഒരു 45 ഡിഗ്രി ആംഗിളിൽ ഈ ഒരു ടോപ്പിലായിട്ട് ഒരു കീ ലൈറ്റ് ഇരിക്കുന്നുണ്ട്. കീ ലൈറ്റ് എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫി ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ സോഴ്സ് ഓഫ് ലൈറ്റിനെയാണ്. അപ്പോൾ ഈ ഒരു മെയിൻ സോഴ്സ് ഓഫ് ലൈറ്റാണ് എൻ്റെ ഫേസ് നിങ്ങളെ കാണിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അത് കൂടാതെ ഒരു ബാക്ക് ലൈറ്റ് ഉണ്ട്. എൻ്റെ ബാക്കിൽ നിന്ന് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് എൻ്റെ ബാക്കിൽ നിന്ന് ഒരു 45 ഡിഗ്രി ആംഗിളിൽ വേറെ ഒരു ചെറിയ ലൈറ്റും കൂടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 2 ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സിറ്റുവേഷൻ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. എൻ്റെ ഫേസിൽ ഈ ഒരു ഭാഗത്താണ് കൂടുതലും ലൈറ്റ് വീഴുന്നത്. കാരണം 45 ഡിഗ്രി ആംഗിളിലാണ് മെയിൻ ലൈറ്റ് സോഴ്സ് ഇരിക്കുന്നത്. അതുകൂടാതെ നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് അതിൻ്റെ അകത്തുനിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ മൂക്കിൻ്റെ ഒരു കാസ്റ്റ് ഷാഡോ ഈ ഒരു ഭാഗത്ത്, എൻ്റെ ഫേസിൻ്റെ ഈ ഒരു ഭാഗത്ത് വീഴുന്നുണ്ട്. മൂക്കിൻ്റെ ഷേപ്പ് എന്താണോ അതിനനുസരിച്ചിട്ട് ഒരു ഷാഡോ ഈ ഒരു ഭാഗത്തേക്ക് വീഴുന്നുണ്ട്. അത് കൂടാതെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എൻ്റെ ഫേസിൻ്റെ ഈ ഒരു ഭാഗത്ത് ഷാഡോ ഉള്ള ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ട്രയാങ്കിൾ ഇങ്ങനെ രൂപം കൊള്ളുന്നുണ്ടാവും. സോ ഇതൊക്കെയാണ് റെംബ്രാൻഡ് ലൈറ്റിംഗ് ടെക്നിക്കിൻ്റെ സ്പെഷ്യാലിറ്റീസ്. സോ ഈ ഒരു ലൈറ്റിംഗ് ടെക്നിക്ക് വഴി പെയിൻറ്റിങ്സിലാണെങ്കിൽ ആ വരയ്ക്കപ്പെടുന്ന ആളിൻ്റെ ഫേസിൻ്റെ ആ ഒരു ടോട്ടൽ സ്ട്രക്ചർ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ചിത്രകാരന് സാധിക്കും. നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ആർട്ട് ക്ലാസ് ARTCLASS എന്ന് ടൈപ്പ് ചെയ്ത് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുക. അതിനുശേഷം വാട്സപ്പിലൂടെ തന്നെ നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് യോജിച്ച ആർട്ട് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യാം.